സംഭവബഹുലമായ മുൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന് ശേഷമാണ് രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ഇന്ന് നിയമസഭയിൽ എത്തിയത്. 15ാം കേരള നിയമസഭയുടെ 13ാം സമ്മേളനത്തിന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറുടെ ആദ്യ നയപ്രഖ്യാപന പ്രസംഗത്തോടെയാണ് ബജറ്റ് സമ്മേളനത്തിന് തുടക്കം കുറിച്ചത്. മലയാളത്തിൽ നമസ്കാരം പറഞ്ഞായിരുന്നു ഗവർണർ നയപ്രഖ്യാപന പ്രസംഗം ആരംഭിച്ചത്. എല്ലാവർക്കും ഇന്റർനെറ്റ് ലഭ്യമാക്കുമെന്ന് ഗവർണർ നയപ്രഖ്യാപനത്തിൽ പ്രഖ്യാപിച്ചു. ഡിജിറ്റൽ വിഭജനം കുറച്ചുവരാൻ ശ്രമിക്കും. അതിദരിദ്രരെ കണ്ടെത്തി ദാരിദ്ര്യമില്ലാതാക്കാൻ നടപടിയെടുക്കുമെന്നും ഗവർണർ വ്യക്തമാക്കി. സാമ്പത്തിക മേഖലയിൽ കേന്ദ്ര നയങ്ങൾ വെല്ലുവിളിയാകുന്നുവെന്ന കുറ്റപ്പെടുത്തലും നയപ്രഖ്യാപന പ്രസംഗത്തിലുണ്ട്. ഭരണഘടനാ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കും. എല്ലാവർക്കും പാർപ്പിടം ഉറപ്പിക്കാൻ പദ്ധതികൾ ഉണ്ടാക്കും. ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ പാലിക്കാൻ തീവ്ര ശ്രമമുണ്ടാകും. വികസന പാതയിലേക്കുള്ള കേരളത്തിന്റെ പ്രവൃത്തികൾ ലോക ശ്രദ്ധ ആകർഷിക്കുന്നതാണ്. GST നഷ്ടപരിഹാരം ഇല്ലാത്തതും ഗ്രാന്റുകൾ കുറഞ്ഞതും സംസ്ഥാന സർക്കാരിന്റെ സാമ്പത്തിക പ്രതിസന്ധിക്കുള്ള കാരണമായെന്നാണ് നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഗവർണർ എടുത്തു പറഞ്ഞത്. നവകേരള നിർമ്മാണത്തിന് സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ്. നവകേരളം എന്ന ലക്ഷ്യത്തിലേക്കാണ് സർക്കാർ മുന്നേറുന്നത്. ഭൂരഹിതരില്ലാത്ത കേരളമാക്കി മാറ്റുകയാണ് ലക്ഷ്യമെന്നും വ്യക്തമാക്കി. വികസന നേട്ടങ്ങളിൽ കേരളം മാതൃകയാണെന്നും പാഠപുസ്തക പരിഷ്കരണ സമിതിയിൽ വിദ്യാർത്ഥികളെ കൂടി ഉൾപ്പെടുത്തുമെന്നും ഉറപ്പ് നൽകി. വിദ്യാഭ്യാസം, ആരോഗ്യം, ദാരിദ്ര്യ നിർമ്മാർജ്ജനം തുടങ്ങിയവയ്ക്കാണ് മുൻഗണന. സാമൂഹിക സുരക്ഷ ശക്തമാണ്. ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായ വയനാട്ടിലെ പുനരധിവാസം സർക്കാരിന്റെ കടമയാണ് എന്ന് കൂടി ഓർമ്മപ്പെടുത്തി. 1 വർഷത്തിനകം ടൗൺഷിപ്പ് നിർമ്മിക്കുമെന്നാണ് നയപ്രഖ്യാപന പ്രസംഗത്തിൽ പറയുന്നത്. സർക്കാർ തയ്യാറാക്കി മന്ത്രിസഭ അംഗീകരിച്ചു നൽകിയ പ്രസംഗം അതേപടി അംഗീകരിച്ച ഗവർണർ മാറ്റങ്ങളൊന്നും നിർദ്ദേശിച്ചിട്ടില്ലെന്നാണ് വിവരം. ദരിദ്ര നിർമ്മാർജ്ജനത്തിനും വിദ്യാഭ്യാസ മേഖലയിലും ആരോഗ്യ മേഖലയിലും സർക്കാർ പുതിയ മാറ്റങ്ങൾ ഉണ്ടാക്കി. ജനാധിപത്യ വികേന്ദ്രീകരണത്തിൽ സംസ്ഥാനം വലിയ നേട്ടം കൈവരിച്ചെന്നും ഗവർണർ വ്യക്തമാക്കി. മാർച്ച് 28 വരെ നീളുന്ന സമ്മേളനത്തിൽ ആകെ 27 ദിവസം സഭ ചേരും. ഈ മാസം 20 മുതൽ 22 വരെ നയപ്രഖ്യാപനത്തിനുള്ള നന്ദി പ്രമേയ ചർച്ച നടക്കും. ഫെബ്രുവരി 14 മുതൽ മാർച്ച് 2 വരെ സഭ ചേരില്ല. ഉപതെരഞ്ഞെടുപ്പിലൂടെ കടന്നുവന്ന രാഹുൽ മാങ്കൂട്ടത്തിലിന്റെയും UR പ്രദീപിന്റെയും ആദ്യ സമ്മേളനം കൂടിയാണിത് എന്നതും പ്രത്യേകതയാണ്. അതേസമയം രാജിവെച്ച PV അൻവർ സഭയിൽ ഉണ്ടാകില്ല. അടുത്ത വർഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിനാൽ KN ബാലഗോപാൽ അവതരിപ്പിക്കുന്ന അവസാനത്തെ സമ്പൂർണ്ണ ബജറ്റായിരിക്കും ഇത്തവണത്തേത്. വോട്ട് ഓൺ അക്കൗണ്ട് പാസാക്കി സഭ പിരിയുന്നതിന് പകരം ഇത്തവണ സമ്പൂർണ്ണ ബജറ്റ് പാസാക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നതെന്നും വിവരമുണ്ട്.